അഭിഷേക് ബച്ചന്റെ സിനിമാറ്റിക് ജെം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നെങ്കിലും അഭിഷേക് ബച്ചൻ ഒരു ഓട്ടോബയോഗ്രഫി റിലീസ് ആക്കുകയെന്ന് വെച്ചാൽ അഭിഷേക് ബച്ചൻ ദ അണ്ടർ റേറ്റഡ് ആക്ടർ എന്നായിരിക്കും അതിന് ടൈറ്റിൽ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ആയിരിക്കും ഇങ്ങേരെ സിനിമാസും അണ്ടർ റേറ്റഡ് സിനിമാസും. പലപ്പോഴും അമിതാഭ് ബച്ചനായിട്ട് ഇങ്ങേരെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങേർക്ക് കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബോളിവുഡിൽ പല ടോപ്പ് സ്റ്റാർസിനേക്കാളും കിടിലൻ ആക്ടർ തന്നെയാണ് അഭിഷേക് ബച്ചൻ. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അബ്രോഡിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നായകൻ. സോ ആള് അത്യാവശ്യം അഹങ്കാരിയും അതേപോലെ തന്നെ അങ്ങേരുടെ ഒരു കഴിവിലും അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. കാരണം അങ്ങേർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കര ഹൈ ആണ്. പെട്ടെന്നാണ് ആൾക്ക് ഒരു ദിവസം ക്യാൻസർ വരുന്നത്. ഇങ്ങേരെ മറ്റേ മാരേജ് ലൈഫാണ് വെച്ച് ഡിവോഴ്സ്ഡ് ആണ്. ആള് ഡിവോഴ്സ്ഡ് ആണ്. ആൾക്കൊരു കൊച്ചുണ്ട്. ആഴ്ചയിൽ 2 വട്ടം കൊച്ചി ആളുടെ വന്ന് നിൽക്കും. ഇങ്ങേരാണെന്ന് വെച്ചാൽ കൂടുതൽ അവരായിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിക്കാറൊന്നുമില്ല. അതോടുകൂടി അങ്ങേരെ ലൈഫ് തകിടം മറിയാണ്. ഇങ്ങേർക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. ഇങ്ങേരെ ജോലി പോണു. അതേപോലെ തന്നെ കൊച്ചായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്, അതും പറ്റുന്നില്ല. അയ്യോ, ആ ചില സീൻസ് ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഡയഗ്രാം എടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിക്കും, ഇതിൽ എന്തൊക്കെയാണ് എന്റെ ദേഹത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അയ്യോ, ആ സീനൊന്നും കാണാൻ പോലും പറ്റില്ല. സ്റ്റൊമക്ക് ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അയ്യോ, ഭയങ്കര സങ്കടം. എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും സങ്കടം തോന്നിയ ഒരു സിനിമയാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ മാസ് മസാല ഡാൻസ് കോമഡി കാര്യങ്ങളൊന്നും ഇല്ല. ഓരോ തവണയും ഇങ്ങനെ ഓപ്പറേഷൻ 10-12 ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് എന്ത്, ഈ കൊച്ചു വരുന്നതിന്റെ മുമ്പ് എങ്ങനെയും ഇയാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകും. കൊച്ചു പോയ ശേഷം വീണ്ടും തിരിച്ചു വരും. കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ സ്ലോ പേസ്ഡ് ഇമോഷണലി ഹൈ ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എന്തായാലും കണ്ടു നോക്കുക. ഒരു ജെം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.